കുട്ടിയുടെ വായിൽ തൊടികിരി വെക്കി പണ്ടാരം. ഓ എന്തൊരു കരച്ചിലാണിത്. മനുഷ്യന് സ്വൈര്യം തരില്ലേ? രാവിലെ തുടങ്ങിയതാണ് ഈ കാറില്. എന്താണിത്? കുഞ്ഞിന് എന്തോ വയ്യായി എന്നോണ്ട് എന്തോ വേദനിക്കുന്നുണ്ട്, അതാ ഇങ്ങനെ നടന്ന് കരയുന്നത്. ഡേ, ഞാൻ ആദ്യമായിട്ടല്ല കൊച്ചുങ്ങളെ ഒന്നും കാണുന്നത്. കൊച്ചു കരഞ്ഞാൽ കരച്ചിൽ നിർത്താൻ തള്ളക്ക് അറിയണം. ഇത് ഏത് നേരം ആ കൊച്ചു കിടന്ന് കാറുകയാണ്. മനുഷ്യര് സമാധാനവും തരില്ല. അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? കുഞ്ഞല്ലേ, അത് കരയില്ല. പിന്നെ കുട്ടിയും കൊച്ചൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഈ കാറിൽ കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സമാധാനമായിട്ടൊന്നും കിടന്നുറങ്ങാൻ പോലും പറ്റണില്ല. എപ്പോഴും ആയിട്ട് ഒരു കരച്ചില്. ഒന്ന് അതിന്റെ കരച്ചിൽ നിർത്താൻ നോക്ക്. ശല്യങ്ങള്. ചേച്ചിയുടെ അമ്മായിമ്മയ്ക്ക് ഞാനിവിടെ നിൽക്കണത് ഒട്ടും ഇഷ്ടമല്ല അല്ലേ? അങ്ങനെയൊന്നുമില്ലടി. അമ്മയ്ക്ക് പിന്നെ BP ഉണ്ട്, അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. അതിൻ്റെ ഒരു ചൂടിൽ വന്ന് പറഞ്ഞതേ ഉള്ളൂ. എനിക്കറിയാം ചേച്ചി, എത്രയൊക്കെ ആയാലും 10-32 ദിവസമായില്ല ഞാനിവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി, അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ആർക്കായാലും ഒരു തോന്നൽ വരും, മോശമായിട്ടുള്ള കാര്യം തന്നെയല്ലേ. അവർ നോക്കുമ്പോൾ അവരുടെ മരുമകളുടെ അനിയത്തിയും കുഞ്ഞും ഇവിടെ വന്ന് പ്രസവിച്ച് കിടക്കുന്നത് എവിടെയും നടക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ. സത്യം പറഞ്ഞാൽ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനൊരു ഗതികേട് വരില്ലായിരുന്നു അല്ലേ. ഒന്ന് പോയടി വേണേ എടുത്തിട്ട്. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് തലമുണ്ടാക്കുകയൊന്നും വേണ്ട. ഇതേ എൻ്റെ ഭർത്താവ് കൊടുത്ത വീടാണ്. ചേട്ടനാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചിലവും നോക്കുന്നത്. എൻ്റെയും ചേട്ടൻ്റെയും തീരുമാനമായിരുന്നു നിൻ്റെ പ്രസവം കഴിഞ്ഞ് നിന്നെയും കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, നിൻ്റെ പ്രസവം നോക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പം അതിൽ വേറെ ആരും തലപ്പൊക്കേണ്ട ആവശ്യമില്ല. എനിക്കോ ചേട്ടനോ ഇല്ലാത്ത പ്രശ്നം വേറെ ആർക്കും വേണ്ട. എന്നാലും ചേച്ചി ഇത് ഒരു എന്നാലും ഇല്ല. നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ആലോചിച്ച് കൊട്ടുണ്ട്. അതേ കുഞ്ഞു ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ നോക്ക്, ഞാനേ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്, അതെടുത്തോണ്ട് വരാം. അല്ല, ഇത് എന്തൊരു രീതിയാണ്? എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണ് അതൊക്കെ? അല്ല, നിങ്ങൾ മാത്രമല്ല, ഇവിടെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഈ വീട്ടിൽ ജീവിക്കണം എന്നുള്ളൊരു ബോധം വേണം. എന്താ അമ്മ എന്താ ഇങ്ങനെ കൊള്ളിച്ച് സംസാരിക്കണേ? എൻ്റെ സംസാര ശൈലി മാത്രമല്ല കുഴപ്പം. ഇവിടെ നടക്കുന്നവന് നല്ല കാര്യങ്ങളാണല്ലോ. 10-32 ദിവസമായി മനുഷ്യൻ ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങിയിട്ടത്. ഒരു പെറ്റൊടിക്കലും പ്രസവം നോക്കലും. നിന്റെ അനിയത്തി എന്ന് പോകാൻ ഉദ്ദേശം? എന്നാ പെറ്റണിറ്റ് പോണത്? അമ്മ 32 ദിവസമല്ലേ ആയുള്ളൂ. ഒരു 56 കഴിഞ്ഞിട്ട് വിടാമെന്നാ വിചാരിക്കണേ. ഞാനും ചേട്ടനും അങ്ങനെ തീരുമാനിച്ചേക്കണേ. ഇനി ഇതിനൊക്കെ എത്ര ദിവസം സഹിക്കണം എൻ്റെ ദൈവമേ. നിന്റെ അനിയത്തിയുടെയൊക്കെ തന്നേം തള്ളയും ചത്തെന്ന് വിചാരിച്ചിട്ട് നിന്റെ അനിയത്തിയുടെ പ്രസവം ഇവിടെയാണോ നോക്കണത്? ഇതൊക്കെ നാണം കെട്ട പരിപാടി ഓരോന്ന് കാണിച്ചു വെക്കണത്. അമ്മേ, ഒരുമാതിരി മാന്യതയില്ലാണ്ട് സംസാരിക്കരുത്. എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? ഒരു മനസാക്ഷിയില്ല അമ്മയ്ക്ക്. അമ്മയുടെ മകൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെങ്കിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അമ്മ, ഞാൻ എൻ്റെ 2 മക്കളെയും പ്രസവിച്ചിട്ട് എൻ്റെ വീട്ടിലാണ് ഞാൻ പോയി നിന്നിട്ടുണ്ടായിരുന്നത്. അത് അവിടെ നിന്ന് ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞ് തന്നെ വന്നിട്ടുള്ളത്. അമ്മയ്ക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ. എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാൻ എൻ്റെ അച്ഛനും അമ്മയും അന്ന് ആ വീട്ടിലുണ്ടായിരുന്നു. ഇന്ന് അതാണോ അവസ്ഥ? അവർ നീ ലോകത്തുനിന്ന് പോയി. എൻ്റെ അനിയത്തിക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളമ്മേ. ഞങ്ങളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ അനിയത്തിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. ഇങ്ങനെ ഇവിടെ വന്ന് നിന്ന് മറ്റുള്ളവരുടെ ദൂഷിപ്പും കേട്ടുകൊണ്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയും വരില്ലായിരുന്നു. ഇന്ന് അവള് ആശുപത്രി കിടന്ന പ്രസവം കഴിഞ്ഞ സമയത്തെ പറഞ്ഞതാ, ഞാൻ വരണില്ല, ഇങ്ങോട്ട് വരണില്ല എന്ന്. ഞങ്ങളുടെ നിർബന്ധപ്രകാരം, എൻ്റെയും ചേട്ടൻ്റെയും നിർബന്ധപ്രകാരം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അമ്മയുടെ വായിന്ന് എന്തൊക്കെയാ കേൾക്കണേ ഉള്ളൂ. ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും 2 പെൺമക്കളേ ഉള്ളൂ, ഞങ്ങൾ 2 പേര്. അപ്പോൾ പരസ്പരം കൂടപ്പറപ്പുകൾക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പരസ്പരം ചെയ്യണ്ടേ? എൻ്റെ അനിയത്തിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, അവളെ ഞാനല്ലേ നോക്കണ്ടേ? അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കില്ലേ? എന്ത് പറഞ്ഞാലും മനുഷ്യന്റെ വായ അടയ്ക്കുന്ന രീതിയിൽ നിന്നെ തന്തയും തള്ളം ചാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. അമ്മേ, നിർത്ത്. അവൾ എൻ്റെ കൂടപ്പുറപ്പാണ്. ആ കുഞ്ഞു കൊച്ചിനെ കുറിച്ചും അവളെക്കുറിച്ചും ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ടോണ്ട് നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അവളുടെ 10-32 ദിവസം ഇവിടെ വന്നിട്ട് ഏതെങ്കിലും രീതിയിൽ അമ്മനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട. അവളുടെ എന്തെങ്കിലും കാര്യം അമ്മ ചെയ്തു കൊടുക്കണ്ട? ഇല്ലല്ലോ. പിന്നെ ആവശ്യമില്ലാത്ത വർത്താനം പറയണ്ട. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, കുറച്ച് ദിവസം കൂടി അവളിവിടെ ഉള്ളൂ. അതുവരെയെങ്കിലും അമ്മ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ അവളെ വേദനിപ്പിക്കാതിരിക്കും പ്ലീസ്. നാശങ്ങള്. എന്താണ് മോളെ വിശേഷോ? സുഖാണാ? സുഖായിരിക്കുന്നു. എന്ത് പറയുന്നു കുട്ടി? ഉറക്കമുണ്ടോ രാത്രി? കുഴപ്പമില്ലായിരുന്നു ഇത്രയും ദിവസം. പക്ഷെ 2 ദിവസമായിട്ട് ചെറിയൊരു കരച്ചിലൊക്കെ ഉണ്ട് രാത്രി. അപ്പോൾ അതും ഇതുമൊക്കെ വാശിയൊക്കെ തുടങ്ങാൻ തോന്നുന്നു. ഇന്നലെ ആണെങ്കിൽ തീരെ ഞങ്ങളെ ഉറക്കിയിട്ടില്ല. ഞാനും ചേച്ചി ഉറങ്ങാണ്ടിരിക്കുമായിരുന്നു.
ഓ അതങ്ങനെയൊക്കെ തന്നെ, കുട്ടിയല്ലേ, അതിന് വളരാൻ വേണ്ടി ഒരു ദിവസം കരയും ഒരു ദിവസം ചിരിയും അങ്ങനെയൊക്കെ തന്നെ, ചിലപ്പോൾ ഉറങ്ങും, അത് തന്നെ വളരുമല്ലേ. എന്നാലും രാത്രി ഇങ്ങനെ ഉറക്കം ഒഴിച്ചിരിക്കുമ്പോൾ നോക്കാം ഒരു ചേച്ചിയെങ്കിലും ഉണ്ടല്ലോ, അതുകൂടി ഇല്ലാണ്ടിരുന്നാളൊരു അവസ്ഥ ആലോചിച്ച് നോക്ക്. എൻ്റെ കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും. ഒരു 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 തന്തയും തള്ളയില്ലാണ്ട് ഇങ്ങനെ ജീവിക്കേണ്ട ഒരു അവസ്ഥയെ, എന്തൊരു നരകം പിടിച്ചൊരു വിധിയാണിത്. പ്രസവിച്ചിട്ട് സ്വന്തം ചേച്ചീൻ്റെ വീട്ടിൽ വന്ന് കിടക്കുക എന്നൊക്കെ പറഞ്ഞാലേ ആലോചിക്കാനേ വയ്യ. ശരിക്കും പറഞ്ഞാണ്ടല്ല, മോളുടെ ഭാഗ്യമാണ് മോളുടെ ചേച്ചിയും ചേച്ചീൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരും. അവരായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നോക്കണത്. എല്ലാവരും ഒന്നും ഇങ്ങനെ സമ്മതിക്കില്ല. ആരെയും സമ്മതിക്കും ഇങ്ങനെ കുടുംബമായിട്ട് അവർ ജീവിക്കണ വീട്ടിൽ മരുമകളുടെ അനിയത്തി ഒന്ന് പ്രസവിച്ച് കിടക്കാന്ന് പറഞ്ഞാൽ പൊന്നോ. എനിക്കും 2 പെൺമക്കളാണ്. ഞാൻ അവരുടെ അടുത്ത് ഇപ്പോഴേ പറഞ്ഞു കൊടുക്കട്ടെ, നാളെ മേലാക്ക് അവർ കല്യാണം കഴിഞ്ഞ് പോവും. ചിലപ്പോൾ അവർ കല്യാണം കഴിഞ്ഞ് പോയിട്ടായിരിക്കും ഞാനും വാപ്പയൊക്കെ ഇല്ലാണ്ടാവണത്. എന്നാൽ കൂടി സഹോദരങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കണം. അല്ലാണ്ട് ഇങ്ങനെയൊക്കെ വന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ എന്തോരു ബുദ്ധിമുട്ടാണ്, നരകമാണ്. ഞാനും ഏട്ടന് ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവാന്നേ. പക്ഷെ ചേച്ചി സുഭാഷേട്ടന് സമ്മതിക്കാത്തതുകൊണ്ടായിരുന്നു. അതൊക്കെ എനിക്കറിയാണ് മോളെ, എന്താണ് മോളുടെ അവസ്ഥ എന്നൊക്കെ. ഞാൻ പിന്നെ വെറുതെ പറഞ്ഞെന്നുള്ളൂ. ഞാൻ പിന്നെ ഇങ്ങനെ മനസ്സിലൊന്നും വെക്കില്ലേ, എല്ലാം അങ്ങ് തുറന്ന് പറയും. അതിൻ്റെ ഒരു ഇതിലേക്ക് പറഞ്ഞെന്നുള്ളൂ. എന്തായാലും കുട്ടി കിടക്കുകയല്ലേ, മോളും ഉറങ്ങിക്കോ, എന്തിനാണ് പേടിയിട്ടിരിക്കരുത്, പണിയൊന്നും ഇല്ലല്ലോ. മോള് കിടന്നോ, ഞാൻ എന്നാൽ പിന്നെ ഇറങ്ങട്ടെ ഏട്ടാ, അടുപ്പത്ത് കറി ഇരിക്കുകയാണ്. മോളുടെ ചേച്ചിയുടെ അയൽക്കാരിയല്ലേ ഞാൻ, ഇടയ്ക്കൊന്നും കാണണ്ടേ, അതിൻ്റെ ഒരു ഇതിലേക്ക് വന്നതാണ്. മോള് കിടന്നോട്ടാ, ശരി, ഞാൻ പിന്നെ വരാട്ടാ. ഏട്ടന് ഓഫീസിൽ നേരെ ഇങ്ങോട്ടാണോ വന്നേ, വീട്ടിൽ പോയില്ലേ? ആടി, ഒരാഴ്ചയായില്ലേ നിന്നെയും കുഞ്ഞിനെ കണ്ടിട്ട്, അതാ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് നേരിട്ട് വന്നേ. ഏട്ടൻ എന്തിനാ ഇത്രയും ഗ്യാപ്പ് ഇടണേ കാണാൻ വരാൻ? ഒരു 3 ദിവസം കൂടെ വന്നൂടെ, അത്ര അകലൊന്നും അല്ലല്ലോ. നിന്റെ വീടായിരുന്നെങ്കിൽ ഞാൻ എന്നും വന്നേനെ. ഇതിപ്പോൾ സുഭാഷേട്ടൻ്റെ വീടല്ലേ, സുഭാഷേട്ടൻ്റെ അമ്മയും ഉണ്ട്, എനിക്ക് മടിയാടി വരാൻ. എനിക്കും ഇവിടെ മടുത്തേട്ടാ. ചേച്ചി സുഭാഷേട്ടനൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്, അവരൊന്നും ഞാൻ പറയില്ല. പക്ഷെ സുഭാഷേട്ടൻ്റെ അമ്മ പല രീതിയിലായിട്ട് അതും ഇതൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കുന്നുണ്ട്. കാര്യം പ്രസവം കഴിഞ്ഞപ്പം നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അമ്മയുടെ സ്വഭാവം നിനക്കറിയാമല്ലോ. പ്രസവം കഴിഞ്ഞ് മരുമോള് ഭർത്താവിൻ്റെ വീട്ടിലോട്ട് വന്നു കയറുക എന്ന് പറഞ്ഞാൽ അത് നാണക്കേടാണെന്നാണ് അമ്മ പറയുന്നത്. പിന്നെ നാട്ടുകാർ പലതും പറയുന്നെന്ന് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അതാ സുഭാഷേട്ടനും ചേച്ചിയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പം ഞാൻ ഒട്ടും ഉണ്ടായിരുന്നേ. പക്ഷെ ഏട്ടാ, കുഞ്ഞുണ്ടായിട്ട് ഇപ്പം എന്തായാലും 10-32 ദിവസം കഴിഞ്ഞില്ലേ, 56 കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നാണ് ചേച്ചിയും സുഭാഷേട്ടനൊക്കെ പറയണം. പക്ഷെ അതെന്തായാലും വേണ്ട, എനിക്കിവിടെ വയ്യ ഏട്ടാ. അവരെ കൊണ്ടല്ല കുഴപ്പം, അയൽക്കാരും സുഭാഷേട്ടൻ്റെ അമ്മയും ശരിയാവില്ല. എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് പോയാൽ അത്രയും നല്ലത്. ഞാനും അത് ആലോചിച്ചിരുന്നു. ഞാൻ എന്തായാലും ഒന്ന് വീട്ടിൽ പോയിട്ട് സംസാരിക്കട്ടെ. എടി, ഞാൻ ഒന്ന് ഇറങ്ങട്ടെ, കുഞ്ഞെന്തായാലും ഉറങ്ങിയില്ലേ, ഞാൻ പിന്നെ വരാവേ. അല്ല ഏട്ടാ, എന്തായാലും വന്നതല്ലേ, ഇന്ന് ഇവിടെ നിൽക്ക്, എന്നിട്ട് നാളെ ഇവിടെ നിന്ന് ഓഫീസിൽ പോവാ. അയ്യോ, ഞാനില്ല. നിൻ്റെയും കുഞ്ഞിൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹമില്ലായിട്ടല്ല, പക്ഷെ ഇവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല. ഞാൻ പിന്നെ വരാടി. അയ്യോ, അവൻ പോയാ? ഏട്ടൻ പോയി ചേച്ചി, ഓഫീസിൽ നേരെ ഇങ്ങോട്ടല്ലേ വന്നേ, നല്ല ക്ഷീണമുണ്ട്, പോയി. ഒരു ഗ്ലാസ് ചായ പോലും കൊടുക്കാൻ പറ്റിയില്ല, പാവം. അതൊന്നും സാരമില്ല ചേച്ചി. പിന്നെ ഏട്ടൻ വന്നപ്പോൾ പറഞ്ഞായിരുന്നു എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണ കാര്യം. എത്രയും പെട്ടെന്നെന്ന് വെച്ചാൽ അത്രയും പെട്ടെന്ന് പോകണം. അതൊന്നും വേണ്ട, 56 കഴിഞ്ഞിട്ട് പോയാൽ മതി. അങ്ങനെയല്ലേ ചേച്ചി, എത്രയൊക്കെ ആയാലും ചേച്ചിക്കൊരു കുടുംബമുണ്ട്. ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളാവത്തേ ഉള്ളൂ. എടേ, നീ അമ്മ പറയുന്നത് കേട്ടിട്ടാണോ ഇങ്ങനെയൊക്കെ പറയണേ? അല്ല എന്നല്ല, അതൊരു സത്യമൊക്കെ തന്നെയാണ്. അച്ഛനും അമ്മയും ഇല്ലെങ്കിലും ഈ ലോകത്ത് എനിക്ക് കൂടപ്പുറപ്പായിട്ട് ചേച്ചി മാത്രമേ ഉള്ളൂ. എത്രയൊക്കെ കാലം കഴിഞ്ഞാലും എനിക്കൊന്ന് ഓടി വരാൻ ഈ വീട് മാത്രമേ ഉള്ളൂ. ഇനിയും ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ല, പിന്നെ ഇങ്ങോട്ട് വരേണ്ടി വരില്ല. മോളെ സോറി. എൻ്റെ ചേച്ചി ഒന്നും മിണ്ടാതിരുന്നേ. എന്നെയും കുഞ്ഞിനെയും സുഭാഷേട്ടനും ചേച്ചി അത്രയും നന്നായിട്ടാണ് നോക്കിയേക്കണേ.
അതെൻ്റെ ജീവിതകാലത്ത് ഞാൻ മറക്കത്തില്ല. ദേ അവൻ എഴുന്നേറ്റ്, ഞാൻ നിനക്ക് കുളിക്കാൻ അവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, നീ ഒന്ന് അവനെ എടുക്കുക കേട്ടോ. നീ കുളിക്കണ സമയത്തെ ഞാൻ അവനെ നോക്കിക്കോളാം. നീ വെള്ളം എടുത്തോണ്ട് വരാം.